ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ്, ഹോം വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ ദിവസമായി പോയിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഏച്ചിയും ബേബിയും വന്നതിന് ശേഷം അങ്ങനെ മര്യാദയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ആകെ അലമ്പായി കിടക്കുന്നുണ്ടാടാ. അതുകൊണ്ട് നമ്മളിന്ന് പോയിട്ടൊന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ 2-3 കസിൻസൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ റെഡിയായി ഏകദേശം. ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി കാണാം. എല്ലാവർക്കും ഇന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓങ്ങാനോ വണ്ടി നോങ്ങണോ? വണ്ടീന് പാപ്പി വെച്ചിട്ട് ഓങ്ങിക്കോ. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഷുട്ടു വേറൊരു സ്ഥലത്ത് പോകുമ്പം ഞാൻ കഴിച്ചിട്ട ഡ്രസ്സായതുകൊണ്ട് അവളെ അതും കൂടെ ഇടിച്ചു. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രമായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പണിയുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പം കുറേ ദിവസമായി പോയിട്ട്. അപ്പോൾ അപ്പോഴാണ് അവർ നമ്മുടെ ലോകനാർക്കാവ് അമ്പലത്തിലേക്ക് വന്നിരുന്നു, അമ്മേൻ്റെ കസിൻ സിസ്റ്ററും അവരുടെ സിസ്റ്ററും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഹെൽപ്പായി നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ അച്ഛൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ചാവിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും അവർ ഇവിടെ പുറത്ത് നിന്ന് വെറുതെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ആക്ച്വലി പറഞ്ഞാൽ അവർ പകുതി പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും എനിക്കും അങ്ങനെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ശരിക്കും പറയാ വെച്ചാൽ. ആൻഡ് ഇത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മ ഇറങ്ങാൻ വേണ്ടി പോവായിരുന്നു. അതാ ഓളിങ്ങനെ നോക്കുന്നു. എന്നാച്ചാ ഹലോ, ഇതാണ് അമ്മയുടെ കസിൻ സിസ്റ്റർ, നമ്മുടെ നിശേച്ചിയും നിശേച്ചിയുടെ സിസ്റ്ററും അവരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഷുട്ടു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ആരൊക്കെയാണ്, അവൾ ഇത്തിരി ആൾക്കാരെ വീട്ടിൽ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്പം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എന്താ ഇവരൊക്കെ ഇതെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്രീം ബന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പപ്സ്. പിന്നെ ഇതാ ഷുട്ടുവിൻ്റെ ഫ്രണ്ട്സ് എത്തി. ഇതാ ഇവർ വന്നപ്പോൾ പിന്നെ ഷുട്ടു ഫുൾ ഓണായി. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ അവൾക്ക് കുറച്ചൊരു ചില്ലിങ് ടൈം ആയിരുന്നു. കഴിച്ച രാവിലെ ഒന്ന് തിന്നേ ഏടാ, എന്താ തിന്നേ. അപ്പോൾ അവർ ക്ലീനൊക്കെ ആക്കുമ്പോഴേക്കും ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അവർ രാവിലെ അമ്പലത്തിൽ വന്നുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും തൊടയും അടിയൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും. ഞാനങ്ങനെ ചായയൊക്കെ റെഡിയാക്കി. നമ്മൾ പപ്സ് 11 മണിയാകും റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടപ്പം പോയിട്ട് പപ്സ് വാങ്ങാൻ വേണ്ടി പോയി. നമ്മളിപ്പം കുറേ ആയി വരാത്തതുകൊണ്ട് തന്നെ നല്ല കച്ചറ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പണിയെല്ലാം കഴിഞ്ഞു. ആൻഡ് പപ്സ് വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ചായയൊക്കെ അവിടെ അടച്ചു വെക്കാമെന്ന് ചോദിച്ചു. അവരെല്ലാവരും വന്നിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ എന്തായാലും ഇന്ന് ഈവനിങ് ആവും പോവാൻ. കുറച്ച് അമ്മയ്ക്ക് പൂജാ റൂമിലൊക്കെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു, വേഗം തന്നെ പോകും. അവർക്ക് എന്തൊക്കെയോ കല്യാണമോ പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയും അവരൊക്കെ കൂടി മുറ്റം എന്തായാലും അടിക്കാൻ പറ്റില്ല, നമുക്ക് മുറ്റത്ത് ഫുള്ള് മഴ പെയ്തുകൊണ്ട് ഒത്ത ചപ്പ് ഇങ്ങനെ പറ്റിക്കിടക്കും. അപ്പോൾ അതൊന്ന് ആറിയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അടിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പുല്ല് അവിടെ ഇവിടെ പൊടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അവരുടെ സിസ്റ്റേഴ്സും കൂടിയിട്ട് പുല്ല് പറിക്കാൻ പോയി. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞാൻ ചായയിലാക്കി വെച്ചു. ആക്ച്വലി നമ്മൾ വരുമ്പോഴേക്കും അവരെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇവർ പെട്ടെന്ന് തന്നെ പോകണം അവർക്ക്, അതുകൊണ്ട് അവർ വേഗം പോകും. ഫുഡിനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുഡൊന്നും എടുത്തിട്ടില്ല. ഇന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്തായാലും ഞാൻ പോകെ കാണിക്കാം. ഇവർ പെട്ടെന്ന് തന്നെ പോവുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം.
അങ്ങനെ എല്ലാവരും കൂടി നല്ല ഹാപ്പിയായി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവർ പതുക്കെ ഇറങ്ങി. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്ന് കുറച്ച് നേരം പിന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണവും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പോയി. ആൻഡ് ഞാൻ പിന്നെ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഒരു കിച്ചൺ ക്ലീനിങ്ങിലേക്ക് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചു. ചുട്ടും നമ്മൾ പപ്സ് തിന്നുന്നത് കണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു പീസ് പപ്സ് കഴിച്ചു. കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ അവരിപ്പം ആടുന്ന അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കല. ഇനിയിപ്പം മെയിനായിട്ട് അമ്മയ്ക്ക് നമ്മളെ പൂജാ റൂം വൃത്തിയാക്കേണ്ട പണിയുള്ളത്. ഞാൻ രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോയില്ല. അപ്പോൾ അതായിരുന്നു പരിപാടി. ഇനിയിപ്പം മെയിനായിട്ട് ഷുട്ടുവിനെ ഒന്ന് ഉറക്കണം, ആൾക്ക് ഫുഡ് കൊടുക്കണം. നമ്മൾ ഫുഡൊന്നും എടുക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് അവരുണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അവർ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്തായാലും പോയിട്ട് ഷുട്ടുവിനെ ഒന്ന് പിടിച്ച് കിടത്തി ഉറക്കമൊക്കെ ചെയ്യണം. ബാ ഏട്ട വന്നോട്ടെ. പോന്നാ എന്താണ് വേണ്ടേ? ശുണ്ടിക്ക് എൻ്റെ വേണ്ടേ? അങ്ങനെ അവരെല്ലാവരും പോയി. നമ്മൾ ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം പൂജാ റൂമിലെ കുറച്ച് പരിപാടിയെല്ലാം ബാക്കിയുണ്ട്. അപ്പോഴെങ്കിൽ ഞാൻ ഷുട്ടൂനെ ഒന്ന് ഉറക്കട്ടെ എന്ന് ചോദിച്ചു. പപ്സെല്ലാം എന്തെന്നുകൊണ്ട് ആക്കത്ര വിശപ്പില്ല. അപ്പം നമുക്കിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കുട്ടപ്പ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പിടിച്ചു കിടത്തി ഒന്ന് ഉറക്കട്ടെ. ഷുട്ടുവിനെ ഞാൻ ഉറക്കിയൊക്കെ വരുമ്പോഴേക്കും ഇതാ കുട്ടപ്പൻ അവരെ ഇറക്കി. ആൻഡ് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ബിരിയാണിയും മന്തിയുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 മന്തിയും മീൻസ് ഹാഫ് മന്തിയും 2 ബിരിയാണിയും വാങ്ങിച്ചു നോർമൽ. അച്ഛനും കുട്ടപ്പനും കൂടെ മന്തി കഴിച്ചു. ആൻഡ് നമ്മൾ ഇവിടെ വടകര MRIയിൽ കിട്ടുന്ന മന്തി ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ തലശ്ശേരി MRIയിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഷുട്ടുവിന് മന്തി റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് കിടന്നു. ഞാനും ഷുട്ടും കിടന്നു. അപ്പോൾ തന്നെ ഇതാ ഏട്ടനും മേച്ചി വന്ന് അവിടെ കിടന്ന് കുട്ടികളും കൂടി ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ 4 ആളും കൂടി കുറച്ച് സമയം കിടന്നു. പിള്ളേർ കിടന്നുകൊണ്ട് കുട്ടം പോയിട്ട് അപ്പുറത്തെ റൂമിൽ കിടന്നു. ഇനി ഇവൾ എണീച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതും കളയേണ്ടതാ. അങ്ങനെ ഇതാ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് അന്ന് ഫ്രഷായി മുടിയൊക്കെ കെട്ടി. ഇനി കുട്ടീസ് ഭയങ്കര കളിയില്ല. ഷുട്ടൂനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കണം. അവർ ഭയങ്കര കളീൻ്റെ തിരക്കില്ല. ഇനിയിപ്പം അമ്മ ഓൾറെഡി അച്ഛൻ ഉള്ളതുകൊണ്ട് സ്കൂട്ടിയിൽ പോയി. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങോട്ട് എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. ബൈ ദ വേ നമുക്കൊരു ഡ്രസ്സ് വാങ്ങാനുണ്ട്. നാളെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വീട്ടിലുള്ള ഒരു കുഞ്ഞാവേൻ്റെ ഷുട്ടൂൻ്റെ ഫ്രണ്ട് ഇത് ബേബീൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങണം. അതുകൊണ്ട് നമ്മളൊക്കെ പോയി അങ്ങെത്തുമ്പോഴേക്കും അമ്മ ലേറ്റ് ആവും. അതുകൊണ്ട് അമ്മ നേരത്തെ പോയി. ഇനി നമുക്കൊന്ന് ഷുട്ടൂൻ്റെ ഡ്രസ്സപ്പൊക്കെ ഇടിച്ച് കുട്ടപ്പം കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമ്പോൾ കാണാം. അമ്മേ ഓ ഇവരെല്ലാവരും മരിച്ച്. നീ കൊന്നു ഇവരല്ലോ. അമ്പോ ഓ അടാ പിള്ളേരെ എല്ലാവരും വീട്ടിലിറക്കി. പിന്നെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇതാ നമ്മൾ വടകരയുള്ള ബേബി കെയറിലെത്തിയിട്ടുണ്ട്. നാളെ ഇത് ബേബീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സും സോക്സും ഒക്കെ വാങ്ങി നമ്മൾ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തു. ഷുട്ടൂൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച വാട്ടർ ബോട്ടിലൊന്നും അവിടെ കിട്ടിയില്ല. ആൾ ഫുൾ ഓഫ് സെർച്ചിങ് ഓഫ് ടോയ്സ് ആണ്. ഏതാണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. ആൻഡ് ഞാൻ ഷുട്ടൂന് നൈറ്റ് ഡ്രസ്സ് ചെറുതായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവൾക്കൊരു നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു.
അങ്ങനെ അതൊക്കെ എടുത്ത് നല്ല കുറേ കുട്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ ആൾക്ക് പറ്റിയതൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ എന്തായാലും ഒന്നും എടുത്തില്ല. ഞാൻ ഡ്രസ്സൊക്കെ ഇതുവിന് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി. നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയൊക്കെയോ ആണ് വണ്ടിയിൽ കയറിയത്. ആൻഡ് ഇതാ ഷുട്ടു അവിടുന്ന് ഈ ഒരു ടോയിൽ ലാസ്റ്റ് ഉറപ്പിച്ചു. ആൾ ഫോണും വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെയാണ് നമുക്ക് ഇത് ബേബീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പോകുന്ന വഴി നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഏതൊക്കെയോ വഴിയിൽ കൂടെയാണ് ഇഴഞ്ഞ് നീങ്ങി ഒരുവിധം എങ്ങനെയൊക്കെയോ റോഡ് പിടിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുമായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ വൈകുന്നേരം ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചക്കത്തെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളൊരു ചായ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് ലീഫിൽ കയറി ചായ മാത്രം കുടിച്ചു. ലീഫിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്ക് ബിരിയാണി ഇന്നുകൊണ്ട് അത്ര അങ്ങോട്ട് വിശക്കുന്നില്ല. ഷുട്ടും ഉറങ്ങി എണീച്ചിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് നമ്മളൊരു ചായ മാത്രം കുടിക്കാമെന്ന് ചോദിച്ചു. ചായ അല്ല, കോഫി, 2 കോഫി പറഞ്ഞു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കോഫി കുടിച്ചിട്ട് നമ്മൾ പോകും വീട്ടിലെ. അതിനിതാ നമ്മൾ വീട്ടിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ഷുട്ടുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഉച്ചക്ക് ബിരിയാണി എന്നുകൊണ്ട് എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. സോ ഇനിയിപ്പോൾ നോക്കിയിട്ട് മാത്രം രാത്രി ഫുഡ് കഴിക്കണം വേണ്ടിയൊന്ന് തീരുമാനിക്കുള്ളൂ. ഷുട്ടുവിന് ഇപ്പോൾ എന്തായാലും എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നിന് ഇത്രയ്ക്ക് വിശേഷങ്ങളുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.